Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. ബിജെപിയുടെ പ്രകടന പത്രികയെ പരിഹസിച്ച രാഹുൽ ഗാന്ധി നിലമ്പൂരിലെ റോഡ് ഷോയ്ക്ക് ശേഷം ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോക്കറ്റ് വിക്ഷേപണത്തെയും ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടത്തുന്നതിനുമാണ് ബിജെപിയുടെ പ്രകടന പത്രികയിൽ മുൻഗണന നൽകിയിട്ടുള്ളതെന്നും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ISRO സ്ഥാപിച്ചത് കോൺഗ്രസ് ആണെന്ന കാര്യം മറക്കരുതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ എന്നിവരുടെ ശമ്പളം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇരട്ടിയാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ദരിദ്ര വിഭാഗത്തിലെ വീട്ടമ്മമാർക്ക് ഓരോ വർഷവും 1 ലക്ഷം രൂപ വീതം അവരുടെ അക്കൌണ്ടിലേക്ക് നൽകും. ഭരണഘടനയെയാണ് നരേന്ദ്രമോദി ഏറെ ആക്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇന്ത്യ ഇന്നു കാണുന്ന നേട്ടങ്ങളെല്ലാം ഉണ്ടായത്. അത് നമ്മുടെ ഭരണഘടനയുടെ നേട്ടം കൂടിയാണ്. രാജ്യത്ത് എല്ലാ മേഖലയിലും തുല്യതയാണ് നിലനിൽക്കുന്നത്. ഇത് ഇല്ലാതാക്കാനാണ് BJPയും RSSും ശ്രമിക്കുന്നത്. ഇത് കോൺഗ്രസ് അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. The Constitution of India is under attack by the RSS and by Mr. Narendra Modi. Indian ഭരണഘടന RSSന്റെയും നരേന്ദ്ര മോദിയുടെയും ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. And whatever India has achieved since independence has been based on the foundation of our Constitution. സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ എന്തൊക്കെയാണോ നമ്മുടെ രാജ്യം ഇന്ന് നേടിയിരിക്കുന്നത് അതെല്ലാം നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളാണ്. All our states are given equal weightage in the Constitution. നമ്മുടെ ഭരണഘടനയിൽ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. All our people are given equal weightage in our Constitution. നമ്മുടെ ഭരണഘടനയിൽ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. All languages, all religions, all communities, all castes, men, women, they're all given equal weightage. എല്ലാ ഭാഷകൾക്കും എല്ലാ സമുദായങ്ങൾക്കും എല്ലാ മതങ്ങൾക്കും എല്ലാ സംസ്കാരങ്ങൾക്കും എല്ലാ ലിംഗപദവിയുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും നമ്മുടെ ഭരണഘടന പ്രദാനം ചെയ്യുന്നത് തുല്യതയാണ്. That is what Mr. Narendra Modi and the RSS are trying to change. ഇതാണ് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും തുല്യത നൽകുന്ന ഭരണഘടന. ഭരണഘടനയിലെ തുല്യതയാണ് RSSും നരേന്ദ്രമോദിയും ഈ രാജ്യത്ത് മാറ്റാൻ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും. And that is what we are never ever going to let them change. അതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ തുല്യത മാറ്റാൻ RSSും നരേന്ദ്രമോദിയും ശ്രമിക്കുമ്പോൾ ഒരിക്കലും ഞങ്ങളെ ഈ മാറ്റം കൊണ്ടുവരാൻ അവരെ ഈ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിക്കില്ല. This is the most valuable thing that the people of India have. ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള ഏറ്റവും മൂല്യവത്തായ വിലമതിക്കുന്ന സാധനം വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയും തുല്യതയുമാണ്. വയനാട്ടിലെ ജനങ്ങൾ എന്റെ കുടുംബാംഗങ്ങളെ പോലെയാണെന്നും ഇക്കാര്യം താൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇടതുപക്ഷത്തെ കുറേയധികം പേർക്ക് തന്നോട് സ്നേഹമുണ്ട്. എന്നാൽ അവരുടെ ആശയങ്ങളോട് എനിക്ക് വിയോജിപ്പാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. I was telling my mother that I've got now another home. ഞാൻ എന്റെ അമ്മയോട് പറയുകയായിരുന്നു എനിക്ക് ഒരു വീട് കൂടെ ഉണ്ടെന്ന് ഞാനിപ്പോ എന്റെ അമ്മയോട് പറയുകയായിരുന്നു. Because the people of Wayanad treat me like their family. കാരണം വയനാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബാംഗത്തെ വീട്ടിലെ ആളിനെ പോലെയാണ് എന്നെ കണക്കാക്കുന്നത്. നിലമ്പൂർ. Yes, the whole of Wayanad, Nilampur. വയനാട്ടിലെ എല്ലാ ഭാഗങ്ങളും നിലമ്പൂർ ഉൾപ്പെടെയുള്ളവർ നിങ്ങൾ എന്നെ കുടുംബാംഗത്തെ പോലെയാണ് കാണുന്നത്. Not only Nilampur, every house in Nilampur. നിലമ്പൂരിലെ ഓരോ വീട്ടിലും എന്നെ കുടുംബാംഗത്തെ പോലെയാണ് കാണുന്നത്. Even some of the LDF people treat me very nicely. മാത്രമല്ല LDFിലെ പോലും ചില ആൾക്കാർ ഇതേ സ്നേഹത്തോടു കൂടിയാണ് എന്നോട് പെരുമാറുന്നത്. They tell me I disagree with them on their ideology. ഞാൻ അവരോട് അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് അവരുടെ ആശയത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. So we can argue about that. ഞങ്ങൾ തമ്മിൽ അതിനെപ്പറ്റി വാഗ്വാദവും ചർച്ചയൊക്കെ നടത്താം. But I will always treat them with respect and affection. അവരെയും LDFിൽപ്പെട്ട ആളുകളോട് ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിലും അവരെയും ഞാൻ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി മാത്രമേ ഞാൻ അവരോടും പെരുമാറുകയുള്ളൂ. And there, just like the people of UDF's difficulties, the people of LDF difficulties are also my responsibility. ഇവിടെ UDF പ്രവർത്തകരായ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ എന്നതുപോലെ LDF പ്രവർത്തകരായ ഇവിടുത്തെ മനുഷ്യരുടെ ബുദ്ധിമുട്ടുകളും അതും എന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നു.
രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരുടെയും ക്ഷേമത്തിനായി താൻ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മമ്പാട് നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി നിലമ്പൂർ മിനർവപ്പടിയിലെ റോഡ് ഷോയിലേക്ക് എത്തിയത്. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. എ.പി. അനിൽകുമാർ എം.എൽ.എ, കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത്, മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി.എച്ച്. ഇക്ബാൽ, മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പൂളക്കൽ അബൂട്ടി, കെ.പി.സി.സി അംഗം എൻ.എ. കരീം, നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, എ. ഗോപിനാഥ്, അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ് ഉൾപ്പെടെ റോഡ് ഷോയിൽ അണിനിരന്നു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.